നമസ്കാരം. ട്രിപ്പ് ലവറിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഈ കാഴ്ച കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ, ഇന്നൊരു ഫിഷിംഗ് വീഡിയോ ആണ്. ഇത് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു കണ്ടമാണ്. കണ്ടം പറ്റിച്ച് മീനെ പിടിക്കാനുള്ള ശ്രമമാണ് പിള്ളേരിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി നാളായിട്ട് മീൻ പിടിക്കാതെ കിടന്നൊരു പാടമാണ്. അന്നേരം നല്ലപോലെ മീനെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വെള്ളം കുറച്ചേറെയുണ്ട്. അന്നേരം ഒരു സൈഡിൽ മടയൊക്കെ സെറ്റ് ചെയ്ത് അങ്ങേപ്പുറത്ത് മോട്ടർ വെച്ച് വെള്ളം പറ്റിക്കുന്നുണ്ട്. അന്നേരം കുറച്ചുകൂടെ വെള്ളം പറ്റി കഴിയുമ്പോഴത്തേക്ക് മീനെ പിള്ളേർക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അന്നേരം അതിനുള്ളൊരു ശ്രമമാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ്ട് വെള്ളം കുറഞ്ഞപ്പോഴത്തേക്ക് തന്നെ മീനെ എടുത്തു തുടങ്ങി. അതൊരു വരാലിൻ്റെ കുഞ്ഞാണ്. അതാണ്ട് എടുത്ത് കരയ്ക്കോട്ടിട്ടേക്കെന്ന് നോക്കി. ഒരു വരാലിൻ്റെ കുഞ്ഞാണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും അടിപൊളിയായിട്ട് മീനെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് വീഡിയോ പൂർണ്ണമായിട്ട് കാണാം. ചെറുമീനുകൾ കിടന്ന് ചാടുന്നതുണ്ടോ? അത് പള്ളത്തിയും പരലുമാണ് കൂടുതൽ. അത്യാവശ്യം വലിപ്പമുള്ളൊരു കല്ലട മുട്ടിയായി പിടിച്ചേക്കുന്നത്. കെട്ടിയിരുന്ന മട പൊട്ടിച്ച് വെള്ളം ഇങ്ങോട്ട് തന്നെ വരുത്തുക. അത് മോട്ടർ അടിച്ച് കളയുന്നുണ്ട്. അന്നേരം ഇനി കുറച്ചുകൂടെ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ മീനെ പിടിക്കാം. ചെറുമീനെ പൊടിമീനെയൊക്കെ പറക്കിയിടുക. പള്ളത്തി പരല് സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ അവിടെ മീൻകുളത്തിൽ വളർത്തിക്കൊണ്ടിരുന്ന മീനുകൾ ചാടിപ്പോയിട്ടുണ്ട്. അങ്ങനെ വരുന്നതാണ് ഈ സിലോപ്പിയ. കണ്ട് അങ്ങോട്ട് നോക്കി ഒരു മീൻ ക്രോസ് ചെയ്യുന്നത് കണ്ടോ? അവനെ പിടിക്കാനായിട്ട് ഓടി ചെല്ലുക. പക്ഷേ കിട്ടിയില്ല, അവൻ പറ്റിച്ചു പോയി. ഇവരെല്ലാവരും എൻജോയ് ചെയ്താണ് ഈ പരിപാടി ചെയ്യുന്നത്. ഒരു ടീം വർക്കായിട്ടാണ് ഇവരെല്ലാവരും കൂടെ പ്രവർത്തിക്കുന്നത്. നോക്കി അടിപൊളിയായിട്ട് എല്ലാവരും സെറ്റ് ചെയ്ത് മീനെ പിടിക്കുന്നുണ്ട്. ഒരു മീനെ തപ്പി പിടിക്കാനുള്ളൊരു ശ്രമത്തിലാണ്. പക്ഷേ ഇവിടെ കിടന്നൊരു പഴയ വല കിട്ടിയിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് മീനെ കോരിയെടുക്കാനുള്ളൊരു ശ്രമമാണ് പിള്ളേർ ചെയ്യുന്നത്. രണ്ട് ബാസ്ക്കറ്റിനകത്ത് 2-3 വരാലും കല്ലട മുട്ടിയൊക്കെ കിടപ്പുണ്ട്.
മീനെ വെള്ളത്തിൽ നിന്ന് തപ്പിയെടുക്കുന്നത് കണ്ടോ. എന്ത് ഈസി ആയിട്ടാണ് പിള്ളേർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അടിപൊളിയല്ലേ? ഇങ്ങനെ മീനെ പിടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിന്റെ ഫോട്ടോ എടുക്കണം. അത് വേറെ ഇതിനിടയ്ക്ക് മോട്ടർ പണി തരുന്നത് കണ്ടതാ. പിള്ളേർ മോട്ടറിൽ ഇങ്ങനെ ചവിട്ടി പിടിച്ച് നിർത്തുന്ന ഫുട് വാൽവിനകത്ത് ചള്ള കയറുകയും അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. എല്ലാവരും നല്ല ഉത്സാഹത്തോടാണ് കേട്ടോ മീൻ പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് അതിനിടയ്ക്കൂടെ ഒരു സാധനം നല്ല സ്പീഡിൽ പോകുന്നതുണ്ടോ, അവനെ മിസ്സായിട്ടുണ്ട്. എന്തായാലും കിട്ടും. ഈ വെള്ളം പറ്റുമ്പോൾ ഇതിനൊക്കെ എവിടെ പോകാനാ? ഇതിനകത്തുനിന്ന് തന്നെ പിള്ളേർ തപ്പിയെടുക്കും. തിലോപ്പിയ എടുത്ത് ബാസ്ക്കറ്റിലോട്ട് ഇടുന്നത്. അതുകൊണ്ട് അവിടെ ഒരു വലിയ അനക്കം കാണുന്നുണ്ട്. നോക്കാം നമുക്ക് എന്തുവാ കിട്ടുന്നതെന്ന്. കിട്ടിയെന്നാ തോന്നുന്നത്. അതാണ്ട് പൊക്കി 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 വലിയൊരു വരാല. അത്യാവശ്യം സൈസുണ്ട്. നോക്കി. വരാലിനെ പിടിച്ചേക്കുന്നത് കേട്ടോ. അത്യാവശ്യം വരാലിനെ കിട്ടുന്നുണ്ട് ഇവിടെ. എടുത്തു പറയേണ്ട കാര്യം, എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായിട്ടാണ് മീനെ തപ്പിയെടുക്കുന്നത്. അത് വളരെ നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് പൊടിമീനൊക്കെ ലാവിഷായിട്ട് പിറക്കിയാണ് ബക്കറ്റിലോട്ട് ഇടുന്നത്. എന്തായാലും ഇവർ ഇടുന്ന എഫേർട്ടിന് അവർക്ക് റിട്ടേണായിട്ട് ഇഷ്ടം പോലെ മീനെ കിട്ടുന്നുണ്ട്. അന്നേരം മീൻപിടുത്തം ഇവിടെ ഉഷാറായിട്ട് മുന്നോട്ട് പോകും. ഈ ബക്കറ്റിലോട്ട് നോക്കി അത്യാവശ്യം വലിപ്പമുള്ള 2-3 വരാലുണ്ട്. അതുപോലെ തന്നെ കല്ലടമുട്ടിയുണ്ട്. ബാക്കി മീനൊക്കെ ആ ബോക്സിനകത്താണ് കിടക്കുന്നത്. അന്നേരം ഇവിടെ മീൻപിടുത്തം ഉഷാറായിട്ട് നടക്കട്ടെ. ഞാൻ പതുക്കെ ഇവിടുന്ന് നീങ്ങുകയാണ്. പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു.